ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിലെ വലിയ വലിയ മെഗാ ക്യാമറകൾക്ക് പോലും മനുഷ്യൻ്റെ കണ്ണിനെ യോജിപ്പിക്കാൻ സാമ്യപ്പെടുത്തുവാൻ കഴിയില്ല. അതുപോലെ പല കാഴ്ചകളും കാണുവാനും അതിൻ്റെ എവിടെ വേണമെങ്കിലും എത്ര നല്ല കാഴ്ചകൾക്കും അത് യോഗ്യമായ രീതിയിലാണ് കണ്ണുകൾ ദൈവം നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ പല ക്യാമറകളും എത്ര വലിയ വോൾട്ടേജുള്ള ക്യാമറകളായാലും അതിനൊന്നും സാധിക്കുകയില്ല. അതുപോലെ ദൈവം മനുഷ്യൻ്റെ കണ്ണുകളെ സൃഷ്ടിച്ചിരിക്കുക. നമ്മുടെ കണ്ണുകൾ അത്രയ്ക്ക് ഗുണനിലവാരമുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ നാക്ക് ആയിരങ്ങളുടെ സ്വാദും രുചിയൊക്കെ അറിയുന്ന ഒരു അവയവമാണ്. അതിനറിയാൻ തക്ക കഴിവ് ദൈവം നാക്കിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പല ലാബുകളിലും പലതരം ടെസ്റ്റ് ചെയ്താൽ ഇതൊന്നും അറിയാൻ സാധിക്കത്തില്ല. നാവിൻ്റെ രുചിയോ കറികളുടെ രുചിയോ ഒന്നും അറിയാൻ സാധിക്കത്തില്ല. അതേ രീതിയിലാണ് ദൈവം നമ്മുടെ നാക്കിനെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തെ ഏറ്റവും പലവിധமான ആധുനിക സജ്ജീകരണങ്ങളൊക്കെ ഉള്ള സെൻസറുകളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മുടെ നാക്കിനെ, നമ്മുടെ ത്വക്കിനെ, ചർമ്മത്തെ നിർമ്മിച്ചിരിക്കുന്നത് വേദനകൾ തിരിച്ചറിയാം. അതുപോലെ തന്നെ സ്പർശനം തിരിച്ചറിയാൻ പറ്റും. ആധുനികമായ സെൻസറുകളൊക്കെ കണ്ടുപിടിച്ചിട്ടും അതിനൊന്നും സാധിക്കാത്ത ഒരു സാധ്യമാണ് നമ്മുടെ ചർമ്മത്തിന് ദൈവം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. ഇതൊക്കെ ഓർത്താൽ നമുക്ക് നന്ദി പറയാതിരിക്കാൻ കഴിവില്ല. ദൈവമക്കളെ, നമുക്ക് ഓരോരുത്തർക്കും നന്ദി പറയാം. അതുപോലെ മനുഷ്യൻ്റെ ശബ്ദം, മനുഷ്യ ശരീരത്തിലായിരിക്കുന്ന ആയിരക്കണക്കിന് ശബ്ദങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ് നമ്മുടെ കഴിവ് നമുക്ക് ശബ്ദത്തിന് തന്നിട്ടുണ്ട്. എന്നാൽ എല്ലാ ശബ്ദങ്ങളെയും അതത് സൃഷ്ടിക്കാൻ കഴിയില്ല. എന്നാൽ പല രീതിയിലുള്ള മെഷീനുകളും ഒക്കെ ഉണ്ട്. അവർക്കൊന്നും അത് ശബ്ദങ്ങൾ തിരിച്ചറിയാനോ സൃഷ്ടിക്കാനോ ഒന്നും കഴിവില്ല. പല പല യന്ത്രങ്ങളുണ്ട്. അതിനൊന്നും കഴിയാത്തതൊരു കഴിവാണ് നമുക്ക് ദൈവം നമ്മുടെ ശബ്ദത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചെവി ഓരോ ശബ്ദങ്ങളുടെയും പൂർണ്ണമായി മനസ്സിലാക്കുവാനും സാധിക്കും. ഓരോ ശബ്ദത്തിൻ്റെയും അർത്ഥങ്ങൾ മനസ്സിലാക്കുവാനും ഒക്കെ കഴിയും. എന്നാൽ വലിയ വോൾട്ടിൻ്റെ ഉപകരണങ്ങൾ ഒക്കെ എത്ര ഉണ്ടെങ്കിലും അതിനൊന്നും സാധിക്കത്തില്ല. അത്രത്തോളം നല്ല രീതിയിലാണ് ദൈവം നമ്മുടെ ശബ്ദത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ദൈവം നൽകിയ ഈ വിലമതിക്കാത്ത സമ്മാനങ്ങൾ നാം സൃഷ്ടിത സമ്മാനങ്ങൾ നമുക്ക് വേണ്ടി സൃഷ്ടിച്ച ആ സൃഷ്ടാവിനെ നാം എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. നമ്മൾ ഓരോ ദിവസവും എഴുന്നേൽക്കാൻ വേണ്ടുന്ന ആ ശക്തിയും ബലവും തന്നെ കരുണയും ഒക്കെ ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഓരോ ദിവസവും രാവിലെ നാം എഴുന്നേൽക്കുന്നത്. ആ ദൈവത്തിന് എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. അവൻ്റെ കരവിരുതൽ ഓർത്താൽ, അവൻ്റെ സൃഷ്ടി ഓർത്താൽ നമുക്ക് അടങ്ങിയിരിക്കാൻ സാധിക്കുകയില്ല. ഓരോ അവയവങ്ങളെയും അതുപോലെ തന്നെ നമുക്ക് സ്വയം നിൽപ്പാൻ ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്ന അവയവങ്ങളുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ അവൻ സൃഷ്ടിച്ച ആ സൃഷ്ടിയെ ഓർത്തുകൊണ്ട് നമുക്ക് സ്തുതിക്കാം, നന്ദി അർപ്പിക്കാം. മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ദൈവം സൃഷ്ടിച്ച ആ കരവിരുന്ന് നമുക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി നന്ദി അർപ്പിച്ചുകൊണ്ട് ആയിരിക്കാം.